CBSE 10ാം ക്ലാസ് സോഷ്യൽ സയൻസിന്റെ 2025-2026 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ഒരു വെയിറ്റേജും പറയുന്ന ഒരു വീഡിയോ ആണിത്. CBSE 10ാം ക്ലാസ്സിന് 25% ഹിസ്റ്ററി, 25% സിവിക്സ്, 25% ജോഗ്രഫി, 25% എക്കണോമിക്സ്, ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. കഴിഞ്ഞ തവണയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് ഹിസ്റ്ററി ഒരു സെക്ഷൻ, ജോഗ്രഫി അടുത്ത സെക്ഷൻ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ തൊട്ട് അതിലൊരു മാറ്റം വരുമെന്നാണ് പറയുന്നത്. അതായത് ഇടകലർത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഹിസ്റ്ററിയുടെ ചോദ്യത്തിന്റെ ഇടയ്ക്കാണ് ജോഗ്രഫിയോ സിവിക്സോ എക്കണോമിക്സോ, അങ്ങനെ ഒരു മൊത്തത്തിൽ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും 20 മാർക്കിന് ഹിസ്റ്ററി വയ്ക്കും, 20 മാർക്കിന് ജോഗ്രഫി വയ്ക്കും, അതുപോലെ തന്നെ 20 മാർക്ക് സിവിക്സ്, 20 മാർക്ക് എക്കണോമിക്സ്, ഈ രീതിയിലായിരിക്കും ആ ഒരു മാർക്കിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 25% ഹിസ്റ്ററിയിലായിരിക്കും ചോദിക്കുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് ആണ്. അത് കഴിഞ്ഞിട്ട് നാഷണലിസം ഇൻ ഇന്ത്യ, പിന്നെ വരുന്നത് പ്രിന്റ് കൾച്ചറാണ്. പ്രിന്റ് കൾച്ചർ പിന്നെ ഇന്ത്യയിലെ പ്രിന്റ് കൾച്ചറിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മേക്കിംഗ് ഓഫ് ദി ഗ്ലോബൽ വേൾഡ്, അത് കുറച്ച് പകുതി വരെ പഠിച്ചാൽ മതി. ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനും പൂർണ്ണമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വരെ പഠിച്ചാൽ മതി. ജോഗ്രഫി ആണെങ്കിലും റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സ്, അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ നിന്നാണെങ്കിലും ചോദ്യങ്ങൾ വരാം. പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അത് ബേസ് ചെയ്ത് മാപ്പ് വർക്കും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ 2 സബ്ജക്ട്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പിന്നെ സോഷ്യൽ സ്റ്റഡീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രിന്റ് കൾച്ചറാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ കമന്റുകളും കമന്റ് ബോക്സിൽ അറിയിക്കുക.